ഗസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ പിടിമുറുക്കിയ ഇസ്രയേൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ റെയ്ഡുകളും മറ്റും നടത്തുകയാണ്. ഇതുവരെ അവിടെ കൊല്ലപ്പെട്ടത് 16 പേരാണ്. ഇതിനെ തുടർന്ന് പാലസ്തീനിൽ വലിയ പ്രതിഷേധം തന്നെ പോകുന്നു. ഈ സാഹചര്യത്തിലാണ് ഹമാസിൻ്റെ മുതിർന്ന നേതാവ് ഖാലിദ് മഷാൽ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഹമാസും ഒപ്പം തന്നെ PIJ എന്ന് പറയുന്ന പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന സംഘടനയും ചേർന്നുകൊണ്ട് ഇസ്രായേൽ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുവാനാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനമെന്ന് സ്കൈ ന്യൂസ് അറബിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന ഒരു യോഗത്തിലാണ് ഇത്തരത്തിൽ ഖാലിദ് മഷാൽ ഇങ്ങനെ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഈ സയനിസ്റ്റ് ഭീകരത തടയാൻ, ഇസ്രായേലിൻ്റെ ഈ നീക്കം തടയാനായിട്ട് ഒന്നിച്ചു നിന്ന് ഇസ്രായേലിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുകയാണ് വേണ്ടത്. 2000 നാമത് ചെയ്തു. 2000 വലിയ രീതിയിൽ ബോംബ് സ്ഫോടനങ്ങളും മറ്റും ഉണ്ടാക്കി അനവധി ഇസ്രായേലികളെ ഇത്തരം ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കൊലപ്പെടുത്തിയിരുന്നു. ഒക്ടോബർ 7 വലിയ രീതിയിലുള്ളൊരു ഭീകരാക്രമണം നടന്നു. അതിന് സമാനമായ രീതിയിലുള്ള ആക്രമണം നടത്താനാണ് ഇപ്പോൾ ഹമാസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ പാലസ്തീനിലുള്ള ജനങ്ങളോട് ഒന്നിക്കുവാനും പ്രതിഷേധിക്കാനായി തെരുവിലിറങ്ങുവാനും ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഏതായാലും സംഘർഷം ശക്തമാകും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ഹമാസ് നൽകുന്നത്. ഹമാസിനോടൊപ്പം ചേർന്നുകൊണ്ട് PIJ എന്ന് പറയുന്ന സംഘടനയെ രംഗത്തെത്തുന്നു. ഒരു ഭാഗത്ത് ഹൂത്തികളും ഹിസ്ബുള്ളയും നിരക്കുന്നു. അങ്ങനെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെ ഇന്നും മുടക്കം കൂടാതെ മിഡിൽ ഈസ്റ്റ് കടന്നു പോവുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.